എല്ലാവർക്കും സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു ജോർജിയൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ട്രിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരെ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് നമ്മൾ കുത്തേസിയിലേക്കാണ് പോണത്. അപ്പൊ കുത്തേസിയിൽ പോയി അവിടുന്ന് ഒരു ദിവസം നമ്മൾ ടിബിലിസി പോയി അവിടുന്ന് ഇങ്ങനെ നമ്മൾ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ട്രിപ്പാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് അബുദാബിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ. അപ്പൊ നമുക്ക് നേരെ പേൾ ലോഞ്ചിന്റെ അവിടേക്ക് പോകാം. ടെറസ് ലോഞ്ച് ഇവിടെയാണ് ബാർ സെറ്റ് ചെയ്തിട്ട്. നമ്മൾ ഫസ്റ്റ് കയറി വന്ന ഏരിയയിൽ ബാറില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് അടിപൊളി ഒരു ബാറ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന കാരണം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉറക്കം വന്നു. അതായത് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷമാണ് നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് താഴെ കുറെ മഞ്ഞ് മലകളും അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ജോർജിയൻ കാഴ്ചകളൊക്കെ ചെറുതായിട്ട് നമുക്ക് കണ്ടു തുടങ്ങി. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് കുത്തേസി എയർപോർട്ടിൽ ലാൻഡ് ആയി. ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ അത്യാവശ്യം നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ അവിടെ ചെന്ന് എമിറേറ്റ്സ് സൈഡിൽ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ നമുക്ക് വിസ അടിച്ചു തന്നു. 1 മാസത്തെ വിസയാണ് അടിച്ചിരുന്നത്. ഫ്രീ ഓഫ് ചാർജ് ആണ്. ഞങ്ങൾ അങ്ങനെ കുത്തേസി എയർപോർട്ടിലെത്തി. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. വിസ ഒക്കെ അടിച്ചു. ജോർജിയയുടെ എല്ലാ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്ന ഒരു സിമ്മാണ് നമ്മളെടുത്തത്. മാക്തി എന്ന കമ്പനിയുടെ ഒരു നല്ലൊരു പാക്കേജാണ് നമ്മളെടുത്തത്. ഞങ്ങൾ ജോർജിയയുടെ എയർപോർട്ടിന്റെ പുറത്തെത്തി. അപ്പൊ നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്. എയർപോർട്ട് ടാക്സി നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഓൺലൈൻ ടാക്സിയായ ബോൾട്ട് ടാക്സിയിലാണ് നമ്മൾ ബുക്ക് ചെയ്ത ഡിസ്കവറി ഹോട്ടലിലേക്ക് പോയത്. ജോർജിയൻ ട്രഡീഷണൽ രീതിയിലുള്ള നല്ലൊരു ഹോട്ടലാണ് ഡിസ്കവറി ഹോട്ടൽ. 2 ബെഡുള്ള ഒരു ഫാമിലി റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നല്ല ബാൽക്കണി വ്യൂ ഒക്കെ ഉള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ വന്ന ഫസ്റ്റ് ദിവസം തന്നെ നല്ലൊരു ഇംപ്രഷനാണ് നമുക്ക് ഈ ജോർജിയ തരുന്നത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മരങ്ങളോട് കൂടിയ ഈ കുത്തേസി സ്ട്രീറ്റുകളിലൂടെ ചെറിയൊരു ചാറ്റൽ മഴയത്ത് ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എത്ര തന്നെ ഫോട്ടോയും വീഡിയോ എടുത്താലും നമുക്ക് മതി വരാത്ത അതുപോലെ ഒരു ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു കുത്തേസി സെൻട്രൽ സ്ക്വയർ. ജോർജിയൻ ട്രഡീഷണൽ റെസ്റ്റോറൻ്റായ ബറാക്ക എന്ന പേരുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയത്. നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഏത് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു പിസ്സയായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് എല്ലാവരും കഴിച്ചത്. കുത്തേസി സെൻട്രൽ സ്ക്വയറിലെ ഈ കാണുന്ന കോൾച്ചീസ് ഫൗണ്ടൻ പുരാതന കോൾച്ചീസ് രാജ്യത്തിൻ്റെ കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ്. ഗോൾഡൻ സ്റ്റാച്ചുകൾ കൊണ്ട് സമ്പന്നമായ ഈ കലാസൃഷ്ടി കുത്തേസിയുടെ ചരിത്രവും സൗന്ദര്യവും ഒരുമിക്കുന്ന ഒരു മികച്ച സ്ഥലമാണ്. കുത്തേസിയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഈ കാണുന്ന റിയോണി റിവർ. ഈ കാണുന്ന റിവറിൻ്റെ 2 കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ചെയിൻ ബ്രിഡ്ജ്. 2 കരകളെയും ഇതേപോലെ ചെയിനുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ബ്രിഡ്ജിന് ചെയിൻ ബ്രിഡ്ജ് എന്ന പേര് വന്നത്. ജോർജിയയുടെ മനോഹര നഗരമായ കുത്തേസിയിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ചരിത്ര സ്മാരകമാണ് ബഗ്രതി കത്തീഡ്രൽ. 11ാം നൂറ്റാണ്ടിൽ ബഗ്രത് മൂന്നാമന്റെ കാലത്താണ് ഈ ദേവാലയം നിർമ്മിച്ചത്. ജോർജിയയുടെ ഐക്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായി ഈ ദേവാലയം ഇന്നും അറിയപ്പെടുന്നു. 17ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ ഇൻവാൻഷൻ കാലത്ത് ഇത് ഭാഗികമായി നശിപ്പിക്കപ്പെട്ടു. വർഷങ്ങൾക്കിപ്പുറം പുനർനിർമ്മിക്കുകയും പഴയ മഹിമ തിരിച്ചുപിടിക്കുകയും ചെയ്തു. താഴികക്കുടവും സെൻട്രൽ ക്രോസിങ്ങുകളുമുള്ള ഒരു സാധാരണ ക്രൂസിഫോം പ്ലാനിലാണ് ബഗ്രതി കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്.
കത്തീഡ്രലിന്റെ ഉൾഭാഗത്ത് 4 വലിയ തൂണുകളിലാണ് താഴികക്കുടത്തെ താങ്ങി നിർത്തുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ സ്മാരകം സന്ദർശകരെ അതിൻ്റെ ശാന്തതയും ആത്മീയതയും കൊണ്ട് ആകർഷിക്കുന്നു. വലിയൊരു കുന്നിൻ മുകളിലാണ് ഈ ഭഗീരഥി കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ വരുമ്പോൾ കുത്തേസി നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലൊക്കേഷനാണ്. ജോർജിയക്കാരുടെ പരമ്പരാഗത വിഭവമായ കച്ചാപ്പുരി കഴിക്കാൻ വന്നിട്ടുണ്ടോ ഞങ്ങൾ. ഇതേപോലെയുള്ള ബേക്കറികളിലാണ് ഈ കച്ചാപ്പുരി ഉണ്ടാക്കുന്നത്. പല രൂപത്തിലും വ്യത്യസ്ത രുചികളിലും നമുക്ക് കച്ചാപ്പുരി കാണാൻ സാധിക്കും. ജോർജിയയിലെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇവിടെ 8:30 മണിക്കാണ് സൺറൈസ് വരുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ. ഇന്നലെ നമ്മൾ പോയ ആ ഭഗീരഥി കത്തീഡ്രലാണ് അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ജോർജിയയിൽ നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷനായ റെൻ്റേ കാർ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ താമസിച്ച ഡിസ്കവറി ഹോട്ടലിൽ നിന്നാണ് ഈ ഒരു ചേട്ടൻ്റെ കോണ്ടാക്ട് നമ്പർ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇന്ന് കുത്തേസിയില് നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ തന്നെ കിട്ടി. അങ്ങനെ കഴിച്ച് ഞങ്ങള് ഇപ്പോ 2ാമത്തെ ദിവസം നമ്മൾ യാത്രക്ക് ഒരുങ്ങാണ്. അപ്പൊ ഇന്നലത്തെ ദിവസമൊക്കെ നല്ല രസമായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. ഹോട്ടൽ റൂം എല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ റോഡ് ട്രിപ്പ് ആരംഭിക്കാൻ പോകണം കേട്ടോ. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഔട്ട്സൈഡ് കൺട്രിയിൽ നമ്മളൊരു റോഡ് ട്രിപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ലൊരു റെൻ്റേ കാറൊക്കെ കിട്ടി. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹമുള്ള രീതി തന്നെ നമുക്ക് ഇന്നിപ്പോ ജോർജിയെ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ട് അതിന്റെ വലിയൊരു കാര്യം തന്നെയായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ വണ്ടി ഒരു റെന്റ് എടുത്തിട്ട് പോകാന്നുള്ള ചെറിയ കാര്യം തന്നെ വലിയൊരു കാര്യമാണ്, റിസ്ക് ഉള്ള കാര്യമാണ്. ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പോവാം. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് അതിന് തണുപ്പിന്റെ പ്രശ്നമില്ല, ഉള്ളിൽ നമുക്ക് ചൂടൊക്കെ സെറ്റ് ആക്കി പോവാം. ഒരു 7 ദിവസം കൂടി ഉണ്ട്. ആ 7 ദിവസത്തിൽ നമുക്ക് എവിടേക്ക് പോകാൻ പറ്റുമോ അവിടേക്ക് കവർ ചെയ്യണം. മിസ്വാനിക് വാവില എന്ന് പറയുന്ന ഒരു പള്ളിയിലാണല്ലോ വന്നിരുന്നത്. നമ്മൾ ഇന്നലെ കണ്ട റിയോണി നദിയുടെ ഇടത് കരയിലാണ് മിസ്വാനിക് വാവില പള്ളി സ്ഥിതി ചെയ്യുന്നത്. മിസ്വാനിക് വാവില എന്ന പേരിന്റെ അർത്ഥം പച്ച പുഷ്പം എന്നാണ്. മഞ്ഞുകാലം ആയതുകൊണ്ട് ഇതേപോലുള്ള മരങ്ങളൊക്കെ ഇല പൊഴിച്ച് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പ്രത്യേക ഒരു വൈബാണ് ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കുത്തേസി സിറ്റിയിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളാണ് കേട്ടോ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ കുത്തേസി ടൗണിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുത്തേസി നഗരത്തിൻ്റെ മധ്യഭാഗത്തായി റിയോണി നദിയിലാണ് ഈ വൈറ്റ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. സൈനികനായ ഒരു എഞ്ചിനീയറാണ് ഈ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തത്. ഈ പാലത്തിൻ്റെ ലോഹഭാഗങ്ങളും റെയിലിങ്ങും എല്ലാം വൈറ്റ് പെയിന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ പാലത്തിനെ വൈറ്റ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. തന്റെ പ്രണയം തെളിയിക്കാൻ വേണ്ടി ആൺകുട്ടികൾ ഈ പാലത്തിൽ നിന്നും താഴെ നദിയിലേക്ക് ചാടുന്ന ഒരു പതിവ് ഇവിടെ നിലനിന്നിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായാണ് പിക്കാസോ ബോയ് എന്നറിയപ്പെടുന്ന ഈ പ്രതിമ ഈ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എന്റെ ജോർജിക്കാരെ ഫ്രണ്ടുകളെ പോകുന്നുണ്ട്. ഹായ്, ജോർജിയ ഞങ്ങൾ തകർത്തോണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ കണ്ട് മതി വരുന്നില്ല. നമ്മൾ ടിപ്ലിസിലേക്ക് പോകാനുള്ള വഴിയില് 2 സ്ഥലം കൂടി കാണാനുണ്ട്. അപ്പൊ നമ്മൾ അവിടെ കാണാൻ വേണ്ടിയിട്ടുള്ള റോഡ് ട്രിപ്പിലാണ്. ചുറ്റും മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റും. കോക്കസസ് പർവ്വതനിരകളുടെ തെക്കൻ പാർശ്വങ്ങളിൽ കരിങ്കടലിന്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ജോർജിയ. വടക്ക് കിഴക്ക് റഷ്യയും തെക്ക് കിഴക്ക് അസർബൈജാനും തെക്ക് അർമേനിയയും തുർക്കിയും ജോർജിയയുടെ അതിർത്തി പങ്കിടുന്നു. ജോർജിയയുടെ തലസ്ഥാനം ടിബ്ലിസിയാണ്. ദീർഘമായ തുർക്കി പേർഷ്യൻ ആധിപത്യത്തിന് ശേഷം 19ാം നൂറ്റാണ്ടിൽ ജോർജിയ റഷ്യൻ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 1936 വരെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഈ രാജ്യം 1991 ഏപ്രിൽ 9 ജോർജിയ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. കുത്തേസിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് മാർട്ട്വില്ലി കാനിയോന്റെ എൻട്രൻസിന്റെ അവിടെ എത്തിയിട്ടോ. ഇതിന്റെ എൻട്രൻസിന്റെ അവിടെ ഇതിനടുത്തുള്ള പല പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അഡൾട്ടിനാണെങ്കിൽ 17, ചിൽഡ്രനാണ് 5. അപ്പൊ നമുക്കിനി നേരെ അതിന്റെ ഉള്ളിലേക്ക് പോകട്ടെ. ഇതാണ് അതിന്റെ ഒരു എൻട്രൻസ്.
കുത്തേസിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മാർട്ടുവല്ലി കാനിയോൺ പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ അതിമനോഹരമായൊരു പ്രദേശമാണ്. ഏകദേശം 2.5 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന മലയിടുക്കുകൾക്കിടയിലൂടെ ശാന്തമായി ഒഴുകുന്ന അബാഷി നദിയും ഉദ്ദേശം 12 മീറ്ററോളം ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞ ഈ പ്രകൃതിദത്ത പ്രദേശം വിനോദസഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്നു. വെള്ളച്ചാട്ടങ്ങൾ കൂടാതെ ഇവിടെയുള്ള നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളും നദിക്ക് മുകളിലൂടെയുള്ള നടപ്പാതകളും നമുക്ക് ഈ പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിക്കാനും മനോഹരമായ ഫോട്ടോകളും വീഡിയോകളും എടുക്കുവാനും സഹായിക്കുന്നു. ജോർജിയയിലെ പ്രകൃതി മനോഹര സൃഷ്ടികളിൽ ഒന്നാണ് മാർട്ടുവല്ലി കാനിയോൺ. പച്ചപ്പിനും നീല നിറമുള്ള വെള്ളത്തിനും ഇടയിൽ മറഞ്ഞിരിക്കുന്ന ഈ സ്വർഗം ശരിക്കും ഒരു സ്വപ്നം പോലെയാണ്. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ ബോട്ടിങ്ങിന് പോകണം. ഇപ്പൊ അവിടെ ബോട്ടിങ് ഓപ്പൺ ആയെന്ന് പറഞ്ഞു. ശാന്തമായി ഒഴുകുന്ന അബാഷി നദിയിലൂടെ ഈ ചെറിയ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇരുവശങ്ങളിലും ഉയർന്ന പാറകളും അതിൽ നിന്നും പതിക്കുന്ന ചെറു വെള്ളച്ചാട്ടങ്ങളും നമ്മളെ വേറിട്ടൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. അടിപൊളി ഒരു ബോട്ട് യാത്രയാണെങ്കിൽ ഒരു രക്ഷിക്കാത്ത വ്യൂ. നമ്മൾ തന്നെ തുഴഞ്ഞു പോകണം. അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത. നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. പ്രകൃതിയുടെ മധ്യത്തിൽ ശബ്ദമില്ലാതെ വെള്ളത്തിൻ്റെ ഒഴുക്കും പക്ഷികളുടെ ശബ്ദവും മാത്രം കേട്ടുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര, ഇത് ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കുത്തേസിൽ പറഞ്ഞ ആൾക്കാർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ലൊക്കേഷനാണിത്, മാർട്ടുവല്ലി കാനിയോൺ. അതിൻ്റെ അവിടുത്തെ ബോട്ടിംഗ് എന്ന് പറയുന്നത്. ജോർജിയയുടെ ട്രഡീഷണൽ സ്വീറ്റായ ചർച്ച് കേലയും അതേപോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളുടെ എൻട്രൻസിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ പ്രൊമത്തിയസ് കേവിന്റെ അവിടേക്ക് നമ്മൾ എത്തിയാണ് കേട്ടോ. നമുക്ക് പേശിന്ന് ഇങ്ങോട്ട് പറയാൻ വേണ്ടി കുറച്ച് ദൂരമുണ്ട്. അപ്പൊ നമ്മളിനി അവിടെ ഇങ്ങനെ ഓടിച്ച് ഇവിടെ അവരെത്തി. ഏകദേശം ഇപ്പൊ ഒരു 3 മണിയായിട്ടാ. ഇനി നമുക്കിത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമുക്കിനി ടിബിലിസി പോകാൻ വേണ്ടിയിട്ട്. ഭൂമിയുടെ അടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുത ലോകമായ പ്രൊമത്തിയസ് കേവിൻ്റെ എൻട്രൻസിലാണ് നമ്മളെത്തിയത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാണ്. വലിയൊരു കേവാണ്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡ് കൂടി നമ്മുടെ കൂടെ വരും. അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. This cave was discovered in 1980 for about 39 years ago, but it was opened just in 2011 for visitors. ഏകദേശം 11 കിലോമീറ്ററോളം നീളമുള്ള ഗുഹാസമുച്ചയം ലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയുടെ ശാന്തമായ പ്രവർത്തനങ്ങളിലൂടെ രൂപം കൊണ്ടതാണ്. ഇതിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് സന്ദർശിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം തന്നെ വരവേൽക്കുന്നത് തണുത്ത ശാന്തമായ അന്തരീക്ഷമാണ്. ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും മേൽക്കുരയിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന സ്റ്റെലാക്ടൈറ്റുകളും നിലത്തുനിന്ന് ഉയർന്നു വരുന്ന സ്റ്റെലാഗമേറ്റുകളും നമ്മെ വിസ്മയിപ്പിക്കുന്നു. ഈ കാണുന്ന കൽരൂപങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി തുള്ളി തുള്ളിയായി വീഴുന്ന വെള്ളത്തിൻ്റെ ഖനിജ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടവയാണ്. ഇവിടെ കാണുന്ന ഓരോ രൂപവും വ്യത്യസ്തവും അതുല്യവുമാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ ഗുഹയുടെ അടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മായാലോകത്തിലേക്കാണ്. പ്രൊമത്തിയസ് ഗുഹയിലെ കുമി എന്ന് വിളിക്കുന്ന ഭൂമിക്കടിയിലെ ഈ നദിയിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര നിശബ്ദതയും പ്രകൃതിയുടെ അത്ഭുതങ്ങളും ചേർന്ന ഒരു അപൂർവ അനുഭവമാണ്. ഓരോ നിമിഷവും ഒരു സ്വപ്നം പോലെ തോന്നിപ്പിക്കുന്ന ഈ യാത്ര കാണാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്.
ഈ വലിയൊരു കുന്നിൻ്റെ താഴെയാണ് കേട്ടോ നമ്മൾ ഈ പോയ പ്രൊമത്തീസ് കേവും അതേപോലെ ഈ ഒരു കുമി എന്ന പേരുള്ള നദിയും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോൾ കുത്തേസിയിൽ നിന്ന് ടിബിലിസിക്ക് പോകാൻ പോകണം കേട്ടോ. കുത്തേസിയിൽ നിന്ന് ടിബിലിസിയിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ നമ്മൾ അടുത്ത് കണ്ടൊരു ഷവർമ കടയിൽ കയറിയതാണ് കേട്ടോ. ഇവിടുത്തെ ജോർജിയൻ ഷവർമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ജോർജിയ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ട് ജോർജിയൻ ഷവർമ. ഇതേപോലെ വലിയൊരു ബ്രെഡിലാണ് കേട്ടോ അവർ ഇങ്ങനൊരു ഷവർമ ഒരു പ്രിപ്പയർ ചെയ്യുന്നത്. ഭയങ്കര ക്വാണ്ടിറ്റി ഉള്ള വലിയൊരു ഷവർമയാണ്. 8 ജെല്ലാണ് ഈ ഷവർമയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത്. കുത്തേസിന്ന് നമ്മളെ നേരെ ഒരു 3 മണിക്കൂർ ട്രാവലിംഗ് ചെയ്ത് നമ്മൾ ടിബിലിസി എത്തിയേക്കട്ടെ. ടിബിലിസി സിറ്റിയിൽ തന്നെയാണ് നമ്മളിപ്പോ റൂം എടുത്തേക്കുന്നത്. പിയാസ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. ഇതാണ് റൂം. 2 ഡബിൾ ബെഡാണ് നമുക്ക് ഇവിടെ പറഞ്ഞത്. കണ്ടോ അപ്പൊ എത്തിയിട്ടുള്ള അപ്പൊ എല്ലാവരും നല്ല യാത്ര ചെയ്തിട്ട് നല്ല ക്ഷീണത്തിന് വന്നേണേ. ഇപ്പം നമ്മളുള്ളത് ഓൾഡ് ടിബിലിസിയിലെ പിയാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ. 2 ദിവസത്തെ സ്റ്റേ ആണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. ഹോട്ടലിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മുടെ ജോർജിയ ട്രിപ്പിലെ ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ ഒരു പിയാസ ഹോട്ടലിൽ നമുക്ക് കിട്ടിയത്. നമ്മൾ നമ്മുടെ ടൂറ് ആരംഭിക്കാൻ പോവാണ്. പതിവ് പോലെ തന്നെ ഇന്നും രാവിലെ നമുക്ക് ചെറിയ രീതിയിലുള്ള മഴ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു വാക്കിംഗ് ടൂറാണ് നമ്മൾ ടിബിലിസി സിറ്റി കൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ഫസ്റ്റ് ലൊക്കേഷൻ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ചിൻ്റെ അടുത്താണ് കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നാൽ തന്നെ നമുക്ക് ഈ കത്തീഡ്രലിൻ്റെ അടുത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ടിബിലിസിയുടെ ഹൃദയഭാഗത്ത് അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ഒരു മഹത്തായ ദേവാലയമാണ് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. ജോർജിയയിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് ദേവാലയവും ലോകത്തിലെ ഏറ്റവും ഉയർന്ന കത്തീഡ്രലുകളിൽ ഒന്നുമാണ് ഇത്. 1955 ആരംഭിച്ച നിർമ്മാണം 2004 പൂർത്തിയായി. പരമ്പരാഗത ജോർജിയൻ ശൈലിയെയും ആധുനിക ശില്പകലയുടെ സവിശേഷതകളെയും ഒരുമിപ്പിച്ച അതുല്യ രൂപകൽപ്പനയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഒരു ആരാധനാലയം എന്നതിലുപരി ജോർജിയൻ ജനതയുടെ ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെയും സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും ജീവിച്ചിരിക്കുന്ന പ്രതീകമാണ്. കിഴക്കൻ യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ജോർജിയയുടെ ഹൃദയമാണ് ടിബിലിസി. പുരാതന ചരിത്രവും സമ്പന്നമായ സംസ്കാരവും ആധുനിക ജീവിതശൈലിയും കൈകോർക്കുന്ന ഒരു അതുല്യ നഗരവുമാണ് ഇത്. 5-ാം നൂറ്റാണ്ടിൽ രാജാവായ വക്താങ് ഒന്നാമനാണ് ഈ നഗരത്തെ സ്ഥാപിച്ചുവെന്ന് ചരിത്രം പറയുന്നത്. ടിബിലിസി ഒരു നഗരം മാത്രമല്ല, ചരിത്രം സംസാരിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന മ്യൂസിയമാണ്. ടിബിലിസിയിലെ ഖുറ നദിക്ക് മുകളിൽ അതുല്യമായ ആധുനിക ശില്പകലയുടെ ഉദാഹരണമായി തിളങ്ങി നിൽക്കുന്ന പാലമാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. പഴയ ടൗണിനെയും പുതിയ നഗരഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം പേര് പോലെ തന്നെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. നദിക്കരയിൽ നിൽക്കുമ്പോഴും പാലത്തിലൂടെ നടന്നു പോകുമ്പോഴും ടിബിലിസിയുടെ പഴയ കെട്ടിടങ്ങളും പുതിയ നഗര ദൃശ്യങ്ങളും ഒരുമിച്ച് കാണാൻ കഴിയുന്നത് ഈ പാലത്തിൻ്റെ പ്രത്യേകതയാണ്. ബ്രിഡ്ജ് ഓഫ് പീസ് ഒരു സാധാരണ പാലമല്ല, പഴയതും പുതിയതുമായ സംസ്കാരവും നവീകരണവും തമ്മിലുള്ള സുന്ദരമായ ഒരു ബന്ധമാണ് അത്.
ടിബ്ലിസിയിലെ ഇതേപോലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റുകളിൽ കൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള വലിയൊരു സ്ട്രീറ്റാണ് കേട്ടോ ഇത്. സിറ്റി ടൂറിൻ്റെ ബസ്സൊക്കെ കടന്നു പോകുന്ന ആ ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ടിബിലിസിയുടെ പുരാതന ആത്മാവിനെ ഇന്നും സൂക്ഷിച്ചു നിൽക്കുന്ന വിശുദ്ധ ദേവാലയമാണ് സിയോണി കത്തീഡ്രൽ. നഗരത്തിൻ്റെ ഓൾഡ് ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം ജോർജിയൻ ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. പുറത്തോട് ലളിതമായ ശില്പശൈലി കാണിച്ചാലും അകത്തളങ്ങളിൽ ദിവ്യമായ ചിത്രങ്ങളും ഐക്കണുകളും വിശുദ്ധത നിറഞ്ഞ അന്തരീക്ഷവും സന്ദർശകരെ ആകർഷിക്കുന്നു. ജോർജിയയിൽ നമ്മുടെ വാക്കിംഗ് ടൂർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ജോർജിയ സിറ്റിയിൽ. അത് നമുക്ക് തന്നെ ഇതേപോലെ നടന്ന് തന്നെ നമുക്ക് എല്ലാ ലൊക്കേഷനും നമുക്ക് കവർ ചെയ്യട്ടോ. നമ്മളിനി അടുത്തായി പോകുന്നതാണ് മെയ്ദാൻ ബസാർ. ടിബിലിസിയുടെ പഴയ നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഭൂമിക്കടിയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സവിശേഷ ലോകമാണ് മെയ്ദാൻ ബസാർ. പ്രാദേശിക കലാകാരന്മാരുടെ കഴിവും സൃഷ്ടിപരതയും ഓരോ കോണിലും തെളിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മെയ്ദാൻ ബസാർ ഒരു ഷോപ്പിംഗ് കേന്ദ്രമെന്നതിലുപരി ജോർജിയയുടെ ആത്മാവിനെ അനുഭവിക്കാനുള്ള ഒരു സുന്ദര വേദിയാണ്. മെയ്ദാൻ ബസാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് നരിക്കല കോട്ട കാണാനാണ് കേട്ടോ. ടിബിലിസി നഗരത്തിലെ വലിയൊരു കുന്നിന് മുകളിലാണ് നരിക്കല കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാം, അല്ലെങ്കിൽ ഓൾഡ് ടിബിലിസിയിൽ നിന്ന് റോപ്പ് വേ വരുന്നുണ്ട്, അല്ലെങ്കിൽ റോപ്പ് വേയിൽ വേണമെങ്കിൽ നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും. ടിബിലിസി നഗരത്തെ ഉയരത്തിൽ നിന്ന് കാവലിരുത്തുന്ന പോലെ നിലകൊള്ളുന്ന പുരാതന കോട്ടയാണ് നരിക്കല കോട്ട. നൂറ്റാണ്ടുകളുടെ ചരിത്രം നെഞ്ചിലേറ്റി ഇന്നും അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ഈ കോട്ട ജോർജിയയുടെ ശക്തിയുടെയും പൈതൃകത്തിൻ്റെയും പ്രതീകമാണ്. ഈ കോട്ടയുടെ അകത്തായി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ നിക്കോളാസ് ദേവാലയം മനോഹരമായ ചിത്രങ്ങളും മതചരിത്രവും കൊണ്ട് പ്രശസ്തമാണ്. ടിബിലിസി നഗരത്തിൻ്റെ ഏറ്റവും മനോഹരമായ പനോരമിക് കാഴ്ചകൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നരിക്കല കോട്ട. ആയിരത്തി 1978 സോളോലാക്കി കുന്നിൻ മുകളിലാണ് മദർ ഓഫ് ജോർജിയ പ്രതിമ സ്ഥാപിച്ചത്. പ്രമുഖ ജോർജിയൻ ശില്പിയായ എൽഗുജ അമാഷ്കലി ജോർജിയൻ ദേശീയ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ 20 മീറ്റർ ഉയരത്തിലുള്ള അലുമിനിയം പ്രതിമ രൂപകൽപ്പന ചെയ്തു. അവളുടെ ഇടത് കൈയിൽ സുഹൃത്തുക്കളായി വരുന്നവരെ അഭിവാദ്യം ചെയ്യാൻ ഒരു പാത്രം വീഞ്ഞാണ് പിടിച്ചിരിക്കുന്നത്. നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു വൈൻ സ്റ്റോറിലേക്ക് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ വൈൻ ടേസ്റ്റിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി അവിടെ 2-3 വൈനെല്ലാം ടേസ്റ്റ് ചെയ്ത് ഒരു ബോട്ടിൽ വൈൻ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ അടുത്തുള്ള ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ജോർജിയൻ ട്രഡീഷണൽ ഫുഡായ അൾജീരിയൻ കച്ചാപ്പുരി അതേപോലെ കിങ്കാളിയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ലൊരു ഫുഡാണ് കേട്ടോ. നമ്മൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു നല്ലൊരു ഫുഡാണ്. ടിബിലിസി നഗരത്തിൻ്റെ രാത്രികാല കാഴ്ചകൾ ഏറ്റവും നന്നായി കാണാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. ഏകദേശം 1200 മീറ്ററിലധികം ഉയരത്തിലുള്ള താബോർ മൊണാസ്ട്രി കുന്നിൻ മുകളിൽ നിന്ന് ടിബിലിസി നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ടിബിലിസി നഗരത്തിന് സമീപം ഉയർന്ന മലമുകളിലായി അഭിമാനത്തോടെ നിലകൊള്ളുന്ന അതിമനോഹര സ്മാരകമാണ് ക്രോണിക്കിൾ ഓഫ് ജോർജിയ. ജോർജിയയുടെ പാരമ്പര്യവും ക്രിസ്ത്യൻ വിശ്വാസ പാരമ്പര്യവും ഒരുമിച്ച് ശില്പരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മഹത്തായ കലാസൃഷ്ടിയാണിത്.
നമ്മളിപ്പോ ജോർജിയൻ ട്രിപ്പിന്റെ 4ാമത്തെ ദിവസം കേട്ടോ. 3 ദിവസം ഇപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലമായ കാസ്പിക്കിലേക്ക് പോകണം. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ -ഡിഗ്രി ആണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകളായിരിക്കും. മഞ്ഞിന്റെയും അതേപോലെ ബാക്കിയുള്ള ഗ്രാമ കാഴ്ചകളും ഇതൊക്കെയാണ് ഉണ്ടായിരിക്കുക. എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഇതേപോലെ ചെറിയ മഴ കിട്ടുന്നുണ്ട്. അന്നേരം നമുക്ക് ഡ്രൈവ് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ നമ്മൾ പോകുന്നത് ഇന്നലെ രാത്രി പോയി കണ്ട ടിബിലിസി സീയുടെ അടുത്തോടെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്തുള്ള ആ ഒരു ക്രോണിക്കിൾ ഓഫ് ജോർജിയയുടെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. 1955 നിർമ്മിച്ച ഈ ഒരു സ്മാരകം ഏകദേശം 30-35 മീറ്റർ നീളത്തിലുള്ള 16ഓളം തൂണുകളാണിത്. നമ്മളവിടെ ചെന്ന സമയം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് വേഗം നമ്മൾ ഇനി അടുത്തൊരു സ്ഥലമായ മിഷ്കേത്തയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിബിലിസിയുടെ വടക്ക് പടിഞ്ഞാറ് ജോർജിയയിലെ ചരിത്രപ്രസിദ്ധമായ മിഷ്കേത്ത പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കത്തീഡ്രലാണ് മിഷ്കേത്ത കത്തീഡ്രൽ. പുരാതന മധ്യകാലഘട്ടത്തിലെ ഒരു മാസ്റ്റർ പീസാണ് ഈ പള്ളി. മിഷ്കേത്ത ചർച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി അടുത്തൊരു സ്ഥലമായ കാസ്ബെക്കിലേക്കാണ് പോകുന്നത്. നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നതാണ് ഷിൻവാലി ഡാമും അതിൻ്റെ റിസർവോയറും. കാസ്കസസ് മലനിരകൾക്കിടയിലുള്ള അരഗി നദിക്ക് കുറുകെയുള്ള ഒരു ഡാമാണ് ഷിൻവാലി ഡാമും. ടിബിലിസിയിൽ നിന്നും ഏകദേശം 72 കിലോമീറ്റർ അകലെ ദുഷേത്തി മുനിസിപ്പാലിറ്റിയിലെ അരഗി നദിക്കരയിലെ ഒരു കോട്ട സമുച്ചയമാണ് അനന്നൂറി. 13ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ഫ്യൂഡൽ രാജവംശമായ അരഗിയിലെ എറിറ്റാവിസിന്റെ ഒരു കോട്ടയായിരുന്നു അനന്നൂറി. ചെറിയൊരു ഗ്രാമപ്രദേശങ്ങളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് നിറച്ച് ഇങ്ങനെ ട്രക്കുകളാണ്. ഈ റഷ്യയിൽ നിന്നും അതിലെ അർമേനിയയിൽ നിന്നൊക്കെ വരുന്ന ട്രക്കുകളാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു. അവിടുന്ന് മഞ്ഞ് പെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് മഞ്ഞ് ഫസ്റ്റ് ആക്സിഡന്റ് സ്റ്റോപ്പ് സ്നോയിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ്. എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മളിപ്പോ ഇവിടെ ചെയ്തത്. കുറച്ച് നേരം അവിടെ കളിച്ചതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ നേരെ ഇനി കാസ്ബെക്കിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. കാസ്ബെക്കിലേക്ക് ഇനിയും ഒരു 1-1.5 മണിക്കൂർ നമുക്ക് ഇനി പോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയില്ലെങ്കിൽ പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഒത്തിരി പ്രശ്നമാവും വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ കാസ്ബെക്കിലേക്ക് പോണ വഴിക്ക് തന്നെയാണ് ഗോദാവരി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ കയറി കണ്ടിട്ട് പോകാൻ വിചാരിച്ചു നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഗോദാവരിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഗോദാവരിയിൽ വന്നേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ഇല്ല, നാളെയാണ് സ്റ്റേ. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് സ്റ്റേ മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഒരു ദിവസത്തേക്ക് മാറ്റി. അപ്പൊ അത് അവർക്ക് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നാളെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. അതേപോലെ ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. എങ്ങനെയുണ്ട് ആക്ടിവിറ്റി? കട്ടിണ്ട് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അതെ, കല്ല് പോലെ നമ്മളിത് അങ്ങനെ അതെ. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ. നോക്കി ഫുള്ള് മഞ്ഞാണ്. അടിപൊളിയാന്ന് അടിപൊളിയാ.
ഇവിടെ ശരിക്കും നമുക്ക് അങ്ങനെ നേരത്തെ കണ്ട മഞ്ഞിന്റെ പോലെ കേട്ടോ. ഇത് നല്ല പൊടി പൊടിയായിട്ടുള്ള മഞ്ഞാണ്, നല്ല കട്ടിയാണ്, നല്ല ഹാർഡാണ് ഈ മഞ്ഞ്. അപ്പൊ അതുകൊണ്ട് പിന്നെ സ്കീയിങ് ചെയ്യാനൊക്കെ കുഴപ്പമില്ല. ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നേരെ കാസ്പെക്കിലേക്ക് പോകുമ്പോൾ ഒരുപാട് ടാങ്കറുകൾ ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ പോകുന്ന കാണാം കേട്ടോ. അത് ജോർജിയയിൽ നിന്ന് അർമേനിയയിലേക്ക് പോകുന്ന ടാങ്കറുകളാണ്. അർമേനിയൻ രജിസ്ട്രേഷൻ വണ്ടികളാണ് ഫുള്ള് കാണുന്നത്. ഏകദേശം രാത്രിയായി. അങ്ങനെ നമ്മൾ കാസ്പെക്കിയിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ഹട്ടിൽ നമ്മൾ എത്തിച്ചേർന്നു കേട്ടോ. തോമസ് ഹട്ട് എന്ന് പറയുന്ന ഒരു ഹട്ടാണ്. ഇതൊരു ഹോം സ്റ്റേ ആണ്. ഇതൊരു ഡബിൾ സ്റ്റോറി ഹട്ടാണ്. സ്ട്രോബെറി ജാം ഹോം മെയ്ഡ് ആണ്. നമ്മളിപ്പോ ഇവിടെ ഹോം സ്റ്റേ ആണല്ലോ ഹട്ട്. തൊട്ടപ്പുറത്ത് ജോർജിയൻകാരുടെ വീടുണ്ട്. അവര് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നത്. പിന്നെ ഒരു മുട്ട ഓംലെറ്റും ഇങ്ങനെ വെക്കുക, ഇത് കഴിക്കുക. സൂപ്പർ ഫുഡ്. പിന്നെ ചായക്ക് നമുക്ക് ഇവിടെ ഉണ്ടാക്കി കുടിക്കാം. അല്ലാണ്ട് ഫുള്ള് സ്നോ ആണ് കേട്ടോ വണ്ടി ഇരുന്നത്. ലൈറ്റൊക്കെ നോക്കി മൊത്തം അതിൻ്റെ ഉള്ളിൽ സ്നോ കയറിയിരിക്കട്ടാ. നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് അത് ഇങ്ങനത്തെ സ്നോയിൽ ഇരിക്കുന്നത്. നമ്മള് ഹട്ടിന്ന് വിട പറയുകയാണ്. ഇവിടെ ചുറ്റും മഞ്ഞുമലകളിലും നിറഞ്ഞ ഒരു സ്നോഫോളും എല്ലാം ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല രസമായിരുന്നു താമസിക്കാൻ. നമ്മുടെ സ്വപ്നങ്ങളിലുള്ള ഒരു വീട് എന്ന് പറയുന്നത് അതാണ് ഈ വീട്. നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞ് ബുധവിലേക്ക് പോവാണ്. ഫുള്ള് സ്നോഫോളുണ്ട്. ഫുള്ള് മഞ്ഞിക്കോടെ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ടോ. ഫുള്ള് സ്നോ ആണ്. അതാവുന്നറിയാം. നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സ്നോ കൂടെ ഡ്രൈവ് ചെയ്യാന്നുള്ളത്. നമ്മള് താമസിച്ച ഈ ഹട്ടിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ പോകും. നമ്മള് നേരെ
ഇവിടുത്തെ ഓണറായ ജോർജിയ അമ്മച്ചിട്ട് ഒന്ന് പോയിട്ട് ഒരു കാര്യം ചോദിച്ചാണ്ട് ട്രാൻസ്ലേറ്റർ വഴിയാണ് നമ്മൾ ചോദിച്ചത്. അവരുടെ വീട് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെ വെൽക്കം ചെയ്തിട്ടോ. നമ്മളവരെ വീട് കാണാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ലോക്കൽ ജോർജിയക്കാരുടെ ഒരു വീട്ടിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കയറി ചെന്നത് തന്നെ ഒരു കിച്ചൺ ഏരിയയിലാണ് വന്നത്. അത്യാവശ്യം നല്ലൊരു കിച്ചണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് അവരുടെ ഡ്രോയിങ് റൂമിലാണ്. റൂമെല്ലാം നല്ല അടിപൊളി ഒരു റൂമായിരുന്നു കേട്ടോ. ഒരുപാട് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റ് ആയിട്ട് വെച്ചാൽ ഒരു റൂമായിരുന്നു. അമ്മച്ചിട്ട് ഒരു ഈർമാന്നാണ് കേട്ടോ. ഇംഗ്ലീഷ് എങ്ങനെ അറിയില്ല. ഓക്കെ അല്ല അമ്മച്ച ഇവരെ വീട്ടിലെ അവര് ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മള് നേരെ ആ ബെഡ്റൂമിലേക്ക് വന്നു. അവര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ നമ്മള് നമ്മുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു സ്നോരെ നടുക്കുള്ള ഹട്ടില് ആ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ പോകുന്നത് സ്നോ കൂടെയാണ്. ഫുള്ള് സ്നോ നിറഞ്ഞേക്കാണ്. അപ്പൊ സ്നോന്റെ മേലെ കൂടെയാണ് നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരെ ഇങ്ങനെ പോവാണ്. നമ്മളിപ്പോ നേരെ അമ്മച്ചിയോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. വടക്ക് കിഴക്കൻ ജോർജിയയിലെ മിഷ്കെത്ത മിട്ടിയാൻറ്റി മേഖലയിലെ ഒരു പട്ടണമാണ് സ്റ്റെഫാൻസ്മിൻഡ അഥവാ കാസ്പെഗി. സ്റ്റീഫൻ എന്ന ഓർത്തഡോക്സ് സന്യാസിയുടെ പേരിൽ നിന്നാണ് സ്റ്റെഫാൻസ്മിൻഡ എന്ന പേര് ലഭിച്ചത്. ഫുള്ള് മഞ്ഞാണ്. ഈ മഞ്ഞിക്കോടെ നമ്മൾ ഡ്രൈവ് ചെയ്യണം. നമ്മൾ അവിടെ വന്നപ്പോൾ വിചാരിച്ചു പോലെ നമുക്ക് മഞ്ഞിക്കോടെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ മഞ്ഞുണ്ട്. ആ മഞ്ഞിലാണ് നമ്മൾ പോകുന്നത്. രാവിലെ ഒരു 8:30-9 മണി സമയത്താണ് പോകുന്നത്. എന്നിട്ടാണ് നമുക്ക് ഇതേവരെ സൺറൈസ് ഒന്നും ആയിട്ടില്ല. മൊത്തത്തിലൊരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. നല്ല തണുപ്പാണ്. -3 ആണ് ഇപ്പൊ കാസ്ബെക്കിലെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. നമ്മുടെ വണ്ടി മാത്രമാണ് ഇവിടെ നിന്ന് വന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ 4 വീലർ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര റിസ്ക് ആണ് ഫുള്ള്. പിന്നെ ചെയിനൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം സ്കിഡ് ആവണമെങ്കിൽ ചെയിനിട്ട് പോകാൻ വിചാരിക്കുന്നത്. അവിടെ ചർച്ച് മേലെ കാണുന്നുണ്ട്. അവിടെ ചർച്ചിലേക്ക് നമ്മൾ പോവാണ്. ഗാർഗത്തി ട്രിനിറ്റി ചർച്ചിന്റെ അവിടെ നിൽക്കണം. നമ്മൾ പോണ വഴിയുണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മള് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ആരും ഈ പരിസരത്തില്ല. നമ്മള് മാത്രം ഇത്തിരി റിസ്ക് എടുത്ത് വന്നതാണ്. വേറെ ഒന്നും കാണാനില്ല. ഫുള്ള് വൈറ്റ് അത്ര മാത്രമേ ഉള്ളൂ. നമ്മള് മഞ്ഞുമല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? തണുപ്പുണ്ട്. ജോർജിയയിലെ സ്റ്റെഫാൻസ്മിൻഡ ഗ്രാമത്തിനടുത്തുള്ള ഹോളി ട്രിനിറ്റി ചർച്ചിന്റെ പേരാണ് ഗാർഗത്തി ട്രിനിറ്റി ചർച്ച്. 14-ാം നൂറ്റാണ്ടിൽ ഒരു അജ്ഞാത വാസ്തുശില്പിയാണ് ഈ പള്ളി നിർമ്മിച്ചത്. യുദ്ധം ഉണ്ടായ സമയത്ത് സെന്റ് നിനോയുടെ ക്രോസ് ഉൾപ്പെടെ മിഷ്കേത്ത പള്ളിയിൽ നിന്നുള്ള വിലയേറിയ പല വസ്തുക്കളും കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നത് ഈ പള്ളിയിലാണ്. കാശ്മീരിലുള്ള ഗാർഗത്തി ട്രിനിറ്റി ചർച്ചിന്റെ മേലുണ്ട് വലിയൊരു മലയുടെ മഞ്ഞുമലയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ചർച്ച കാണുന്നത്. ഫുള്ള് ഇങ്ങനെ മഞ്ഞാണ്. നമുക്ക് പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് വൈറ്റ് ആണ് കാണുന്നത്. അടുക്കൊരു ചെറിയൊരു ചർച്ച്. നല്ല പോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്. നല്ല തണുപ്പാണ്. അതുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകും. രാവിലെ പെയ്ത മഞ്ഞായതുണ്ട്. ഏകദേശം ഉച്ചയ്ക്ക് ആ വെയിലൊക്കെ അടിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഉരുകി പോകണ്ടായിരുന്നു. അതിന്റെ റോഡെല്ലാം നല്ല നീറ്റായിരുന്നു. പിന്നീട് നമുക്ക് അങ്ങനെ മഞ്ഞിൻ്റെതായ ഒരു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലായിരുന്നു. നമ്മൾ താഴെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മേലേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും ആ ഗാർഗത്തി മലയുടെയും അതേപോലെ ആ മലയുടെ മുകളിലുള്ള പള്ളിയിലേക്ക് ഒരു നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന വലിയ വലിയ ഈ പർവ്വതങ്ങൾക്കിടയിലുള്ള കാസ്ബെക്കി സിറ്റിയുടെ അതിമനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ ഗാർഗത്തി ചർച്ചിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി അടുത്തൊരു ലൊക്കേഷനായ ജൂത്ത വില്ലേജ് ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് റോഡിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് കുതിരകൾ മേഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മഞ്ഞ് പൊതിച്ച് കിടക്കണം ഈ ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കിക്കാണും മഞ്ഞും അതുപോലെ ഈ മലനിരകളും താഴ്വാരും കുതിരകളും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്.
നമ്മളിവിടെ ഈ കാസ്ബെഗിൽ വന്നിട്ട് ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ട്. റെസ്റ്റോറന്റ് നല്ലൊരു അടിപൊളി റെസ്റ്റോറന്റ് ആണ്. പുറച്ചു നിൽക്കുന്ന ഈ കസ്കസ് പർവ്വതങ്ങളുടെ ചെരിയിൽ ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ഈ റെസ്റ്റോറന്റ്. ഈ റെസ്റ്റോറന്റിന്റെ മറ്റൊരു പ്രത്യേകത പല പല രാജ്യങ്ങളിലെ കറൻസി വെച്ചിട്ടാണ് ഈ വലിയ ഈ വാളുകളൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തത്. അതുപോലെ ആ ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്താണ് നമ്മൾ ആ ഫുഡെല്ലാം കഴിച്ചത്. കാസ്ബെഗിൽ ഒരു അരമണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റഷ്യ ബോർഡറിന്റെ അടുത്ത് പോകുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. ജോർജിയ റഷ്യ ബോർഡറിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ബോർഡറിന് തൊട്ട് മുമ്പ് തന്നെ വലിയൊരു ടണലുണ്ട്. ആ ടണലാണ് ലാർസി ടണൽ. ഈ ടണലാണ് ജോർജിയ റഷ്യ ബോർഡറിലേക്ക് പോകുന്ന മെയിൻ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ച് നമ്മുടെ അടുത്തൊരു ലൊക്കേഷനായ ഗുദാവരി സ്കീ റിസോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. സോവിയറ്റ് ജോർജിയയും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്കായി 1983 നിർമ്മിച്ച ഒരു സ്മാരകമാണ് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ്. സ്കീ റിസോർട്ട് പട്ടണമായ ഗുദാവരിക്കും ജ്വാരി ചുരത്തിനും ഇടയിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോ ഗുദാവരിയിൽ എത്തിയിട്ട് ന്യൂ ഗുദാവരി റിസോർട്ട് സ്പാ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ഇവിടെ നമുക്കൊരു TV കാണാം, ഒരു ഫോൾഡിംഗ് ബെഡ്, ഒരു സോഫ, അതേപോലെ ഒരു ഡബിൾ ബെഡ് കേട്ടോ. നല്ല അടിപൊളി ഒരു റൂമാണ്. വാഷ്റൂമും നല്ലൊരു അടിപൊളി വാഷ്റൂം ആയിരുന്നു. അതേപോലെ അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. ഗുദാവരിയിലാണ് -5 ആണ് കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ പോകാം. സൂപ്പർ മാർക്കറ്റ് ഇതാണ്. കുറച്ച് ചിപ്സും കുറച്ച് മുട്ടയൊക്കെ വാങ്ങിച്ചു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ റൂമിന്റെ കർട്ടനെല്ലാം മാറ്റി നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ താമസിച്ച റൂമാണ്. അടിപൊളി സ്റ്റേ ആയിരുന്നു. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സ്റ്റേ ആയിരുന്നു. നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങാൻ പോകണം കേട്ടോ. ഈ റൂം ഇങ്ങനെ വെക്കറ്റ് ചെയ്യാൻ വേണ്ടി നേരെ ഞങ്ങൾ പോകുന്നത് സ്കീ ചെയ്യാൻ പോവാണ്. അപ്പൊ അതായത് വണ്ടിയിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മള് ഈ സ്കീയിങ്ങിന്റെ അവിടേക്ക് പോകാനുള്ള പരിപാടി. നമ്മളിവിടെ നിൽക്കുന്നത് ഗോദാവരിയിലാണ് കേട്ടോ. ഇന്നലെ നൈറ്റോട് വന്ന് സ്റ്റേ ചെയ്തു. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്കീയിങ് അതുപോലെ സ്നോ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ റെഡി ആയി കാണും. ഗോദാവരിയിൽ വന്നിട്ട് ഇന്നലെ നൈറ്റോട് വന്ന് ഇങ്ങനെ സ്റ്റേ ചെയ്തു. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്കീയിങ് അതുപോലെ സ്നോ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെയുണ്ട്? സ്നോ അടിപൊളിയാ. സ്കീ ചെയ്യാൻ പറ്റോ? അറിയില്ല കേട്ടാ. സ്കീയുടെ എക്യുപ്മെന്റ് റെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ പല പല ഷോപ്പുകളുണ്ട്. ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞപ്പോ അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ഇവിടുത്തെ സ്റ്റാഫ്. നല്ല എളുപ്പമുള്ള പരിപാടി ഇല്ലാട്ടാ. മുടിഞ്ഞ വെയിറ്റാ. നമ്മളങ്ങനെ ഇവിടെ സ്കീയിങ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ. ചെറിയ രീതിയിൽ നമുക്ക് ബിഗിനേഴ്സ് അല്ല, കുറച്ച് പഠിക്കാനുണ്ട്. ഒരു ട്രെയിനിങ്ങിനൊക്കെ ഒരു ഭയങ്കര പൈസ വരണം. 100 ലാരിയൊക്കെ പറയണ ഒരു മണിക്കൂറിന് ട്രെയിനിങ്ങിന് വേണ്ടി. ഏകദേശം ഉച്ചയായപ്പോൾ തന്നെ സ്കീയിങ് നമ്മൾ നിർത്തിയിട്ടാണ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കീയുടെ ഐറ്റംസ് റെന്റിന് എടുത്തത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഐറിഷ് ജോർജിയ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. നല്ല ഡിസ്കൗണ്ട് നമുക്ക് തന്നെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് സ്കീ റിസോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഡ്രങ്ക് ചെറി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ സ്കീ റിസോർട്ടിന്റെ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം പുറത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം പൈസ കൂടുതലാണെങ്കിലും നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ്. നല്ലൊരു അടിപൊളി ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു.
അപ്പോൾ ഇനി നേരെ സ്കീ റിസോർട്ടിൻ്റെ തന്നെ കേബിൾ കാറിൽ നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ 4 പേർക്ക് നമുക്ക് ടിക്കറ്റ് എടുത്തു. 55 ലാറിയാണ് നമുക്ക് ചാർജ് വന്നത് കേട്ടോ 4 പേർക്ക്. കേബിൾ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. ഫുള്ള് മഞ്ഞിന്റെ മലയുടെ മേലേക്കുള്ള ഒരു നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ വരുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സംഭവമാണ് കേബിൾ കാർ കേട്ടോ. നമ്മൾ കേബിൾ കാറിന്റെ ആ സിംഗിൾ ട്രിപ്പ് ടിക്കറ്റാണ് നമ്മൾ എടുത്തത് കേട്ടോ. പല പല സ്റ്റേജുകളായിട്ടാണ് ഈ ഗുദാവരി സ്കീ റിസോർട്ടിൽ അവർ കേബിൾ കാർ സെറ്റ് ചെയ്തേക്കുന്നത്. അതുവരെ നമുക്ക് ഒരു കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി അതുപോലെ അടുത്തൊരു കേബിൾ കാറിന്റെ അടുത്ത് പോയി അവിടെ ആ സെയിം ടിക്കറ്റ് വെച്ച് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് കൂടി പോകാനുള്ള ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഗുദാവരിയില് വളരെ മേലേക്ക് നമ്മൾക്ക് ഈ കേബിൾ കാറിൽ നമ്മൾ വന്നു കേട്ടോ. തണുത്ത് കുറച്ച് പോണ ഫ്രിഡ്ജിൽ കൂടെ നടന്നാണ് ഫ്രീസറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജോർജി പറഞ്ഞ ആൾക്കാര് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഗുദാവരി. ഗുദാവരിയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് നേരെ പോകുന്നത് ടിബിലിസിയിലേക്കാണ് കേട്ടോ. ടിബിലിസിക്ക് പോണ വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറിയ ഒരു റെസ്റ്റോറൻറ്റിന്റെ കാഴ്ചകളാണ് കേട്ടോ നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും നല്ല ജോർജിയൻ ഫുഡ് കഴിച്ചത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇപ്പൊ ജോർജിയയിൽ പോണ ആൾക്കാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാണ് ഒജാക്കുറി എന്ന് പറഞ്ഞൊരു ഐറ്റം എന്ന് പറയുന്നത്. അതൊരു പോർക്കിന്റെ ഒരു ഡിഷാണ്. നല്ലൊരു വൈബാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മളിപ്പോ ഉള്ളത് ഇപ്പൊ ടിബിലിസിലാണ് കേട്ടോ. ഇന്നലെ നമ്മള് ഗുദാവരിയിലായിരുന്നു. ഗുദാവരി നേരെ വൈകിട്ട് വൈകിട്ടൊരു 5 മണിക്കായപ്പോ വന്നത്. വന്ന് കഴിഞ്ഞിട്ട് നേരെ വന്ന് ടിബിലിസിൽ റൂം എടുത്തേക്കാണ് കേട്ടോ. ഇനിയിപ്പോ ടിബിലിസിൽ നമ്മൾ ഇനിയിപ്പോ പോകാൻ പോകുന്നതാണ് ബത്തോമി. ഒരു 5 മണിക്കൂർ ഡ്രൈവ് ആണ്. ടിബിലിസി സിറ്റിയിൽ ഹോളി ട്രിനിറ്റി ചർച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റും എല്ലാം നല്ല പോലെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചുട്ടാ. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ബത്തോമിലേക്ക് പോകാൻ പോവാണ്. ഖുറ നദിയുടെ സൈഡിൽ കൂടെയുള്ള ആ മെയിൻ റോഡിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ടിബിലിസി സിറ്റി കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ബോറടിക്കില്ല കേട്ടോ. ഓരോ കാഴ്ചകളും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാർ വാഷ് ചെയ്തിട്ടോ വണ്ടി നമ്മള് സർവീസ് ചെയ്തു. ഇവിടെ ഫുള്ള് സെൽഫ് സർവീസ് ആണ് വരുന്നത്. നമുക്ക് 2 ലാറി ഇടാം അല്ലെങ്കിൽ 4 ലാറി ഇടാം. അപ്പൊ അതിന് നമുക്ക് നമ്മൾ തന്നെ പോയിട്ട് എടുക്കുക, സോപ്പ് അടിക്കുക, അതുപോലെ വെള്ളം അടിക്കുക, അതുപോലെ ക്ലീൻ ആക്കലൊക്കെ നമ്മൾ തന്നെ. 2 ലാറി ഇട്ട് കഴിഞ്ഞാൽ ഇത്ര സമയം അവർ കാണിക്കുക. ആ സമയം വരെ നമുക്ക് സോപ്പ് അടിക്കുക അല്ലെങ്കിൽ വെള്ളം അടിക്കുക എന്താണ് ചെയ്യുന്നത്. അങ്ങനെ ഉപ്പളസിക്ക് പോണ വഴിയാണ്. കുറച്ച് വഴി കൂടി ഉണ്ട്. എത്രയുണ്ട്? 16 മിനിറ്റ് കേട്ടോ. 10 കിലോമീറ്റർ കൂടി പോണം. ഇപ്പൊ നമ്മള് പോണത് ഉപ്പളസിക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ടൊരു ഏരിയ ഉണ്ട്. പണ്ടത്തെ ഒരു ഫോർട്രസ് ആയിരുന്നു. യുദ്ധത്തിൽ അതെല്ലാം നശിച്ചു പോയ ഒരു കൊട്ടാരമാണത്. ആ കൊട്ടാരത്തിന്റെ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 15 ലാറിയാണ് ഒരാൾക്ക് അവിടെ എൻട്രി ഫീസ് ആയിട്ട് അവർ വാങ്ങിക്കുന്നത്. കൂടാതെ അവിടെ ഒരു 5 ലാറി എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വൈൻ ടേസ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ട്. കിഴക്കൻ ജോർജിയയിലെ ഒരു പുരാതനമായ പാറയിൽ നിർമ്മിച്ച ഒരു പട്ടണമാണ് ഉപ്ലിസിക്കെ. പോരി പട്ടണത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ കിഴക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉപ്ലിസിക്കെ എന്ന പേരിന്റെ അർത്ഥം കർത്താവിന്റെ കോട്ട എന്നാണ്. ഖുറ നദിയുടെ ഉയർന്ന പാറക്കെട്ടുകളുള്ള ഇടത് കരയിൽ നിർമ്മിച്ച ഈ നഗരം ആദ്യകാല ഇരുമ്പ് യുഗം മുതൽ മധ്യകാലഘട്ടത്തിലെ അവസാനം വരെയുള്ള വിവിധ ഘടനകൾ ഉൾക്കൊള്ളുന്നു. ക്രിസ്ത്യൻ വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സ്ഥലം. പുരാതന രാജ്യമായ കാട്ട്ലിയുടെ ഹൃദയഭാഗത്ത് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഇത് രാജ്യത്തിന്റെ ഒരു പ്രധാന രാഷ്ട്രീയ മതകേന്ദ്രമായി ഉയർന്നു. ജോർജിയയിലെ ഏറ്റവും പഴയ നഗരവാസസ്ഥലങ്ങളിലൊന്നായി പുരാവസ്തു ഗവേഷകർ ഉപ്ലിസിക്കയെ തിരിച്ചറിഞ്ഞു.
ഒമ്പത് 10 നൂറ്റാണ്ടുകളിൽ കല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ ബസിലിക്കയുണ്ട്. പണ്ട് കാലത്ത് അവർ വൈന് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആ കുഴികളാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന ഗേറ്റിലൂടെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് കാണാം. അതാണ് വൈൻ ടേസ്റ്റിംഗിന്റെ മെയിൻ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കൂപ്പൺ ഉപയോഗിച്ച് നമുക്ക് വൈൻ ടേസ്റ്റിംഗ് ചെയ്യാം. Dry fruits, we serve dry farm, dry food, cheese made by European technology. $45. 40% ആൾക്കോൾ. Yeah. 40% ആൾക്കോളുള്ള ഒരു വൈനാണ് കേട്ടത്. വൈൻ ടേസ്റ്റിംഗ് എന്ത് മസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. 4 അടിപൊളി ടൈപ്പ് വൈനുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതുപോലെ ഇതുപോലെ ട്രഡീഷണൽ ആയിട്ട് ജോർജിയയിലെ സ്വീറ്റ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ പുളിസിക്കലെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ ഇനി നേരെ അടുത്ത സ്ഥലമായ എവിടേക്കാ ബത്തൂമിലേക്ക് പോകണം കേട്ടോ. ഗോരി എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ കൂടെ ഉണ്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റാലിൻ എല്ലാം ജനിച്ചു വളർന്ന ഒരു പട്ടണമാണ് ഈ ഗോരി എന്ന് പറയുന്ന പട്ടണം. നമ്മൾ ഉപ്ലിസിക്കന്ന് അങ്ങനെ ബത്തൂമിലേക്കുള്ള യാത്രയിൽ ചെറിയൊരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. ബേക്കറി ഐറ്റംസ് വിൽക്കുന്ന ഒരു അമ്മച്ചിയുടെ കടയാണ് ഇത്. ഫ്രഷ് ആൻഡ് ടേസ്റ്റി ഉള്ള ഫുഡായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ബത്തൂമിലാട്ടോ. നമ്മൾ വന്നപ്പോൾ വൈകുന്നേരമായി. അപ്പൊ നമുക്ക് വൈകുന്നേരത്തെ കാഴ്ചകൾ കാണാം. ബത്തൂമി സിറ്റിയിലെ കാഴ്ചകൾ കാണാം. അപ്പൊ നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമുക്കിനി തിരിച്ചു പോകാനുള്ള ദിവസമാണ്. ഈ കാണുന്നത് അലിയുടെയും നിനോയുടെയും പ്രതിമകളാണ്. ബത്തൂമി ബൊളിവാർഡിലെ ചലിക്കുന്ന ഒരു ശില്പമാണ് ഈ അലിയും നിനോയും. ജോർജിയയിലെ കരിങ്കടൽ റിസോർട്ടിന്റെ ആകർഷണങ്ങളിലൊന്നാണ് ഈ പ്രതിമകൾ. പ്രശസ്ത ജോർജിയൻ കലാകാരനും ശില്പിയുമായ തമർ എസിറ്റാർച്ചയാണ് അസർബൈജാൻ മുസ്ലിമായ അലിയുടെയും ജോർജിയൻ ക്രിസ്ത്യനായ നിനോയുടെയും ദാരുണമായ ഒരു പ്രണയകഥയെ അടിസ്ഥാനമാക്കി ഈ പ്രതിമകൾ നിർമ്മിച്ചത്. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ശേഷം ഓരോ 10 മിനിറ്റിലും ഇവർ ഒന്നിക്കുകയും വേർപിരിയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് എന്റർടൈൻമെന്റ് ഫെസിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ബത്തൂമി. ഞങ്ങളിപ്പോ ഉള്ളത് ബത്തൂമിലാണ് കേട്ടോ. നൈറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പൊ രാവിലെ ഇന്നിപ്പോ ഞങ്ങൾ തിരിച്ച് UAE പോകാൻ പോവാണ്. അപ്പൊ നമ്മള് ബത്തൂമിന്ന് ഒരു 2.5 മണിക്കൂറോളം നമുക്ക് ട്രാവലിംഗ് ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പൊ രാവിലെ നമ്മളിവിടുന്ന് പോകുമ്പോൾ തുടങ്ങിയ മഴ ഇതേവരെ നിന്നിട്ടില്ല. നല്ല മഴയാണ്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ എയർപോർട്ടിൽ എത്തി. 8 ദിവസം നമ്മളെ കൊണ്ട് നടന്ന നമ്മുടെ ഈ ജീപ്പ് പാട്രിയറ്റ് എന്ന് പറയുന്ന ഈ റെന്റേക്കാരൻ നമ്മളിപ്പോൾ തിരിച്ച് അതിന്റെ റെന്റേക്കാർക്ക് കൊടുക്കാൻ പോകണം കേട്ടോ. അവർ കറക്റ്റ് സമയത്ത് തന്നെ അവർ വന്നു. എന്നിട്ട് നമ്മൾ വണ്ടിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ UAE വരാനുള്ള ഒരു പരിപാടിയാണ്. വളരെ നല്ലൊരു വണ്ടിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മൈലേജ്, അതുപോലെ ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ളൊരു വണ്ടിയായിരുന്നു. നമ്മുടെ 8 ദിവസം നീണ്ടു നിന്ന ജോർജിയൻ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അബുദാബി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇനി ദുബായിലേക്ക് പോകണം. കിങ്കാലി കച്ചാപുരിയൊക്കെ തന്നെ വയ്യാട്ടായി. ഇനി നല്ല ചോറ് കഴിക്കും. 8 ദിവസം നീണ്ടു നിന്ന നമ്മുടെ ജോർജിയൻ റോഡ് ട്രിപ്പിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനി പുതിയൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.